എന്താവും നിങ്ങളുടെ പ്രോസസ്സിനാണ്, നിങ്ങളെ എക്സാമിന്റെ പ്രോസസ്സിനെ അതെന്താക്കും എളുപ്പമാകും. ബട്ട് നമ്മൾ എന്താക്കുന്നുണ്ടാ, നമ്മൾ എന്ന് വെച്ചാൽ അതിൽ നിന്ന് പ്രോബ്ലം ചെയ്യും. ആ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇക്വേഷൻസ് എന്തിനാന്നൊക്കെ. തുടക്കം തന്നെ ഞാൻ പ്രോബ്ലം പറഞ്ഞിട്ട് നിങ്ങൾ എന്താക്കും മിക്സ് ചെയ്തിട്ട് കൺഫ്യൂഷൻ ആക്കുന്നില്ല. അത് നമ്മൾ ഇക്വേഷൻ എന്താണെന്ന് പഠിക്കുന്നത്, അതിൽ എങ്ങനെ പ്രോബ്ലം വരുന്നതെന്ന് ചെയ്യുന്നത്. ഹലോ ഗൈസ്, നിങ്ങൾ എല്ലാവരും ബേസിക് ആയിട്ടുള്ള ട്രിഗണോമെട്രി പഠിക്കാൻ വന്നവരല്ലേ? നിങ്ങൾ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് ഷിബിൽ റഹ്മാൻ CK ആൻഡ് നിങ്ങളുടെ സ്വന്തം ചാനൽ എഡ്യൂസൽ ലേണിംഗ്. ഞാൻ എന്താക്കുന്നുണ്ട്, +1 +2 ഒക്കെ എന്താക്കുന്നുണ്ട്, ഫിസിക്സ് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്താക്കാം, ബേസിക് ആയിട്ടുള്ള ട്രിഗണോമെട്രിയിലേക്ക് തന്നെ ഡയറക്റ്റ് പോവാം. വെറുതെ ഞാൻ ഭാര്യ വലിച്ച് പറഞ്ഞിട്ട് സമയം കളയുന്നില്ല. എടാ, ബേസിക് ആയിട്ട് ട്രിഗണോമെട്രി നമ്മൾ +1 +2 ഒക്കെ പഠിക്കുന്ന, അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ പഠിക്കുന്ന ആളാണെങ്കിൽ എന്തായാലും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് എന്ത്, ബേസിക് ആയിട്ടുള്ള കാര്യം. ഇതെന്തായാലും നിങ്ങളിപ്പോൾ +1 +2 എത്തി കഴിഞ്ഞാൽ ആൾക്കാരിങ്ങനെ പഠിക്കുന്നു പറഞ്ഞ് നിങ്ങളെ പഠിപ്പിക്കില്ല. അവരെന്താക്കും, എടുത്തങ്ങ് പോകും. ടീച്ചേഴ്സൊക്കെ എടുത്തങ്ങ് പോകും. അവർക്ക് അതിനുള്ള ടൈം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് എടുത്തങ്ങ് പോകും. അവരെ കൂടെ പിടിക്കാൻ നിങ്ങൾ എന്താകണം, ഇങ്ങനെ പഠിച്ച് മുന്നേറണം. അല്ലെങ്കിൽ എന്താവും, ഇതൊന്നും പഠിക്കാണ്ട മുന്നോട്ട് പോകുന്നതെങ്കിൽ നിങ്ങൾ പിന്നോട്ടേക്കായി പോകും. സോ നമുക്ക് എന്താ വേണ്ടേ, മുന്നോട്ട് പോയിട്ട് ഒരു ടോപ്പർ ആവല്ല വേണ്ടേ. അതുകൊണ്ട് നിങ്ങൾ എന്താക്കുക, ശ്രദ്ധിക്കുക. ഓക്കെ എടാ, ആദ്യം നമ്മൾ പഠിക്കേണ്ടത് എന്താ, ഇതിലെ കുറച്ച് വാല്യൂസാണ്. sin 0ന്റെ വാല്യൂ, sin 30ന്റെ വാല്യൂ, sin 45ന്റെ വാല്യൂ, sin 60ന്റെ വാല്യൂ, sin 90ന്റെ വാല്യൂ, അല്ലെങ്കിൽ cos θ, ഇതിൻ്റെയൊക്കെ വാല്യൂസാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇത് നിങ്ങൾക്ക് ബൈഹാർട്ട് പഠിക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ ഇത് പഠിക്കാൻ വളരെ എളുപ്പത്തിൽ ഒരു 2 to 3 സെക്കൻഡ് കൊണ്ട് പഠിക്കുന്ന ഒറ്റയടിക്ക് നമുക്കിത് പറയാൻ പറ്റുന്ന പോലത്തെ ഒരു ട്രിക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഭയങ്കര എൻ്റർടൈൻമെൻറ്റും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ്സാണ്. അത് നിങ്ങൾ കാണാം. അതിൻ്റെ ഇവിടെ ഞാൻ കൊടുക്കാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ എന്താക്കാം, ലിങ്ക് കൊടുക്കുക. നിങ്ങൾ എന്താക്കുക, അത് കാണാൻ നിങ്ങൾക്ക് അതെന്തായാലും ഉപകാരപ്പെടും. അപ്പോൾ ആദ്യം തന്നെ ബേസിക് ആയിട്ടുള്ള ഇതാണ് നിങ്ങൾക്ക് വേണ്ടത്. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് അല്ലാതെയും കണ്ടുപിടിക്കാം. എങ്ങനെ, ആ ട്രിക്ക് അല്ലാതെയും ഞാൻ കണ്ടുപിടിക്കാം. ഒരു ട്രയാങ്കിളൊക്കെ വെച്ചിട്ട് അതിലേക്ക് പോവാം. ഓക്കെ, ലെറ്റ്സ് ഗോ. കുറച്ച് സാറന്മാരൊക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ടാവും. പെട്ടെന്നൊരു ട്രയാങ്കിളൊക്കെ വരച്ച് എന്ന് പറഞ്ഞിട്ട് വാല്യൂസ് കണ്ടുപിടിക്കുന്നത്, സൈൻ്റെയും കോസിൻ്റെയും ഒക്കെ. എടാ, 3 ഫേമസ് ആയിട്ടുള്ള ട്രയാങ്കിൾ ഉണ്ട്. അതിൽ ആദ്യത്തെ 2 ഞാൻ ഇപ്പം പറഞ്ഞുതരാം. ഒന്ന് അത് പറഞ്ഞു കേട്ട് പറഞ്ഞുതരാം, മൊത്തം പറഞ്ഞിട്ട് കൺഫ്യൂഷൻ ആവണ്ട. അത് ഏതാണെന്ന് നോക്കാം. ഫേമസ് ആയിട്ടുള്ള ഒരു ട്രയാങ്കിൾ ഇത് വേണ്ട, കുറച്ചുകൂടി മൊഞ്ചിൽ വരക്കാം. ഫേമസ് ആയ ആളല്ലേ. ഓക്കെ, ഇതൊന്ന്. ഇത് 2. ഈ ആംഗിള് 30 ഡിഗ്രി. നിങ്ങളിത് കണ്ടിട്ടുണ്ടാവും. ഈ ആംഗിൾ 60 ഡിഗ്രി. അങ്ങനെയാണ് ഈ ആംഗിൾ 90 ഡിഗ്രി. അടുത്ത സാധനം, അടുത്ത ട്രയാങ്കിളിൻ്റെ ആംഗിൾ 45 ഡിഗ്രി. ഇത് 90 ഡിഗ്രി. അങ്ങനെയാണ് ഈ ആംഗിൾ എത്രയാണ് വരിക? ട്രയാങ്കിളിൻ്റെ ഉള്ളിലത്തെ ആംഗിൾസിൻ്റെ 3 ആംഗിളല്ല ഉണ്ടാവുക. ഈ 3 ആംഗിളിൻ്റെ സമ്മ് 180 ഡിഗ്രി ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് 45 ആണ്, ഇത് 90 ആണെങ്കിൽ 45 + 90 + something is equal to 180 degree. Therefore something is equal to 180 minus 45. ഇത് ഇങ്ങോട്ട് പ്ലസ് അപ്പുറം പോകുമ്പോൾ മൈനസ് ആവും. ഈ 90 അപ്പുറം പോകുമ്പോൾ +90 -90 ആവും. അങ്ങനെയാണെങ്കിൽ ഇത് എത്രയാവും? 45 ഡിഗ്രി ആയിരിക്കും. 46 അല്ല കേട്ടോ, ഈ മണ്ടനെയും കൊണ്ട് 45 ആയിരിക്കും. ഓക്കെ, എന്തായി? അപ്പോൾ ഇത് 45. ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. ഇത് നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. ഇതൊക്കെ ഞാൻ ടെസ്റ്റർ എവിടെടാ, ഇതൊക്കെ ഞാൻ നിങ്ങൾ പറഞ്ഞു തരുന്നേന്നുള്ളൂ. അങ്ങനെയാണ് വരുന്നത്. കാരണം ഇത് ഇപ്പോൾ ഞാൻ പറഞ്ഞ സാധനം ഞങ്ങൾക്ക് അടുത്തേക്ക് ചോദിക്കും. അപ്പോൾ നിങ്ങൾ എന്താക്കണം, പെട്ടെന്ന് ആൻസർ പറയണം കേട്ടോ. അപ്പോൾ ഈ 30 ഡിഗ്രീൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ 1 ആണെങ്കിൽ ഈ 60ൻ്റെ ഓപ്പോസിറ്റ് എങ്ങനെ വരച്ചാലും നിങ്ങൾക്ക് അത് എത്രയാ, √3 ആയിരിക്കും അതിൻ്റെ വാല്യൂ കിട്ടുക. അങ്ങനെയാണെങ്കിൽ ഈ ഇതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ എത്രയായിരിക്കും? 2 ആയിട്ടാണ് കിട്ടുക. അങ്ങനെയാണ് കിട്ടുക. അതാണ് അതിൻ്റെ റൂള്. ഇതിൻ്റെ ഈ ലെങ്ത് തമ്മിലുള്ള അനുപാതം അഥവാ റേഷ്യോ 1:√3:2 ആയിരിക്കും. നിങ്ങൾക്കറിയാം. അടുത്ത ഇതിൻ്റെ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ 1 ആയിട്ടാണ് വരച്ചതെങ്കിൽ ലെങ്ത് ഇത് എന്തായിരിക്കും? 1 തന്നെയാണ് കിട്ടുക. ഇതെന്തായിരിക്കും? √2 ആ കിട്ടുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആംഗിൾസ് തമ്മിലുള്ള റേഷ്യോ 1:1:2 ആയിട്ടായിരിക്കും ഇതിൻ്റെ ആംഗിളിൻ്റെ റേഷ്യോ കിട്ടുക. ഓക്കെ അല്ലേ? ഓക്കെ ആണ്. ഇനി ഇത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇനി നമ്മൾ പോയിന്റിലേക്ക് കിടക്കാം, നമ്മൾ കാര്യത്തിലേക്ക് കിടക്കാം. ഇതിൽ നിന്ന് എങ്ങനെ സൈൻ്റെ വാല്യൂ, കോസിൻ്റെ വാല്യൂ, ടാൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളത്. സൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താടാ? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എതിർവശം ബൈ കർണം. സൈൻ തീറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ. അടുത്ത കോസ് തീറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താടാ? പറടാ.
സമീപവശം ബൈ കർണം, അഡ്ജസെന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിനോസ്. അടുത്ത ടാൻ തീറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താടാ? എതിർവശം, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസെന്റ് സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എതിർവശം ബൈ സമീപവശം. ഇതാണ് എന്ത്? സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റന്റെ എന്ത് ഇക്വേഷൻ. ഓക്കെ, അത് അങ്ങനെയാണ്. അതെന്താ അങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത് അങ്ങനെയാണ്. ഇനി നമ്മൾ സൈൻ 30ന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. സൈൻ എന്ന് വെച്ചാൽ എതിർവശം ബൈ കർണം, എതിർവശം എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ്, കർണം എന്ന് വെച്ചാൽ എന്ത്? ഹൈപ്പോട്ടിനോസ്. ഇനി ഞാൻ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിനോസ് എന്നാണ് പറയൂ. നിങ്ങൾ മലയാളം മീഡിയത്തിൽ നിന്ന് +1 പെട്ടെന്ന് ഇംഗ്ലീഷ് മീഡിയത്തിലാകുന്നതുകൊണ്ടാണ് ഞാൻ മലയാളത്തിൽ മിക്സാക്കി പറയണത്. ഓക്കെ, നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയം ആൾക്കാർ ഒന്ന് ക്ഷമിക്കടാ, മലയാളം മീഡിയം ആൾക്കാരൊന്ന് പഠിക്കണ്ടേ. അവർ പഠിച്ച് വന്നു കഴിഞ്ഞാൽ മൊത്തം അവരും സെറ്റാക്കും കേട്ടോ. ഞാനൊരു മലയാളം മീഡിയം പഠിച്ച ആളാണ്. ഞാനിത് ഒരു 2-3 ആഴ്ച വളരെ കഷ്ടപ്പെട്ട് എന്തിനടാ ഇങ്ങനത്തെ ഈ ടേമൊക്കെ പഠിച്ചെടുക്കാൻ. അതുകൊണ്ട് എനിക്കറിയാം എന്ത് മലയാളം മീഡിയത്തിൽ നിന്ന് +1 വരുന്ന ഒരാൾക്കാരുടെ അവസ്ഥ. അതുകൊണ്ട് ഞാൻ പറയണതാണ്. ഞാനും മലയാളം മീഡിയം പഠിച്ചതാണ്. പക്ഷേ അവരിങ്ങനെ പഠിച്ച് വന്നു കഴിഞ്ഞാൽ അവർക്ക് ലെജൻസ് ആവൂടാ, ലെജൻസ്. ഓക്കെ, അടുത്ത സൈൻ 30. സൈൻ 30 എന്ന് വെച്ചാൽ എന്താ? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിനോസ്. ഓപ്പോസിറ്റ് സൈഡ് എന്ന ഇതിന്റെ 1, ഹൈപ്പോട്ടിനോസ് എന്താ 2. ഓക്കെ, അടുത്ത സൈൻ 45 അല്ല സൈൻ 60 കണ്ടുപിടിക്കുക. സൈൻ 60ന്റെ ഓപ്പോസിറ്റ് സൈഡ്, ഇത് സൈൻ 60, ഇതിന്റെ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് എത്രയാ? √3. അതിന്റെ ഹൈപ്പോട്ടിനോസ് എത്രയാ? 2. സിമ്പിൾ. അടുത്ത സൈൻ 45, നിങ്ങൾ തന്നെ പറയും സൈൻ 45 എത്രയാ? എതിർവശം ബൈ കർണം, എതിർവശം എത്രയാ? 1/√2. സെറ്റല്ലേ? സെറ്റാണ്. അടുത്തത് കോസ്, നിങ്ങൾ തന്നെ പറയും കോസ് 30 എന്തുവാ? കോസ് 30 എന്തുവാ? അഡ്ജസെന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിനോസ്. അഡ്ജസെന്റ് സൈഡ് എന്ന് വെച്ചാൽ ഈ ആംഗിളിന്റെ എതിർവശം അല്ല, ഹൈപ്പോട്ടിനോസ് അല്ലാത്ത സൈഡ് എന്ത്? അതാണ് √3. അഡ്ജസെന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിനോസ് എന്ന് വെച്ചാൽ 2. ഓക്കെ അല്ലേ? അടുത്ത കോസ് 60 എത്രയാ? നിങ്ങൾ തന്നെ പറയും കോസ് 60 അഡ്ജസെന്റ് സൈഡ് 1, അതിന്റെ ഹൈപ്പോട്ടിനോസ് 2. സെറ്റ് അല്ലേ? അടുത്ത കോസ് 45 എത്രയാ? നിങ്ങൾ തന്നെ പറയും അഡ്ജസെന്റ് സൈഡ്, അതിന്റെ ഹൈപ്പോട്ടിനോസ്. ഒരു പ്രത്യേകത ഉണ്ട്, സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു കോസ് തീറ്റ ആവുന്ന ഒരു പോയിന്റ് ഏതാ? ഓൺലി തീറ്റ ഇഫ് ഏതാ? തീറ്റ 45 ഡിഗ്രി ആവുമ്പോൾ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു കോസ് തീറ്റ ആവും. ഉപകാരമുള്ള ആൾക്കാരൊക്കെ ഇത് എഴുതിയെടുക്കട്ടോ, നോട്ട് എഴുതിയെടുത്താലേ നിങ്ങൾക്കല്ല. ഇതെന്താ? ഒരു കൊമ്പൊക്കെ വരച്ചോട്ടെ. ഡിങ്ക് ഡാങ്ക് ഡിങ്ക് ഡാങ്ക് ഡിങ്ക് ഡാങ്ക് ഡിങ്ക് ഡാങ്ക് ഡിങ്ക് ഡാങ്ക് ഡിങ്ക് ഡാങ്ക് ഡും ഡിങ്ക് ഡാങ്ക് ഡിങ്ക് ഡാങ്ക് ഡിങ്ക് ഡാ. വാവ്, ചുമ്മാ എടാ ഇത് പഠിച്ചില്ലേ? എടാ ഒരു സാധനം വിട്ടുവേടാ. ഇതൊക്കെ നിങ്ങൾ പെട്ടെന്ന് ഞാൻ പറയുമ്പോൾ തന്നെ എഴുതിയെടുക്കട്ടോ. ഞാൻ അതാട്ടോ പെട്ടെന്ന് മയച്ചാളെന്ന് നിങ്ങൾ എഴുതിയെടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്, അല്ലാണ്ട് എനിക്ക് ബോർഡ് നിറഞ്ഞാലൊന്നും എനിക്ക് പ്രശ്നം ഉണ്ടായിട്ടല്ല. അടുത്തെന്താടാ? ടാൻ തീറ്റ. ടാൻ തീറ്റ എന്ന് വെച്ചാൽ എന്താ? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസെന്റ് സൈഡ്. ടാൻ 30 എത്രയാ? 1/tan 30 എന്താ? പറ. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസെന്റ് സൈഡ് 1/√3. അടുത്ത നിങ്ങൾ തന്നെ പറഞ്ഞു ടാൻ 60 എന്താ? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസെന്റ് സൈഡ് വെച്ചാൽ √3/1 എന്ന് വെച്ചാൽ എന്താ കിട്ടുക? √3 തന്നെ. സിമ്പിൾ. അടുത്തെന്താ? ടാൻ 45 എന്തുവാ? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസെന്റ് സൈഡ് 1/1 വെച്ചാൽ എന്താ? 1. സിമ്പിൾ. ഇത്രയും പെട്ടെന്നുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റിയില്ലേ? ടാൻ്റെ ഇത്രയും സൈൻ്റെ ഇത്രയും വാല്യൂ. ഇതിനേക്കാളും സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ട്രിക്ക് ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ എടുത്തിട്ടുണ്ട്. ബട്ട് ഇതിങ്ങനെ ട്രയാങ്കിളൊക്കെ വരച്ച് കണ്ടുപിടിക്കണം. അതൊക്കെ നമ്മൾ കൈവച്ച് മറ്റേ അബാക്കസ് കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല, അതുപോലെ നമുക്ക് എന്താക്കും ഈ സൈനൊക്കെ അത് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾക്കൊരു സർപ്രൈസ് ആയിട്ടുള്ള ഒരു ആംഗിൾ കൂടി ഉണ്ട്. ഇതൊക്കെ ആരും പഠിപ്പിച്ച് തരില്ല കേട്ടോ, ഞാനായതുകൊണ്ട് പറഞ്ഞു തരുന്നയാ. ഈ സർപ്രൈസ് ആംഗിൾ ആരാ? അയ്യാ, ഇതാണ് ഒരു ആംഗിളാണ് മക്കളെ. ആംഗിൾ ഇത് നിങ്ങൾക്ക് എക്സാമിനൊക്കെ കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ സ്ഥിരമായിട്ട് ഈ സൈൻ 37 സൈൻ 53 എന്നൊക്കെ സ്ഥിരമായിട്ട് നിങ്ങൾ കാണുന്നുണ്ടാവും. നിങ്ങൾ ക്വസ്റ്റ്യൻ എടുത്തു നോക്കുന്ന ഒരാളാണ് ഇത് കാണുന്നുണ്ടാവും. ഇതിനെ നമുക്കൊരു ആംഗിളിലേക്ക് മാറ്റാം. ഇത് 90 ഡിഗ്രി, ഇത് 37 ഡിഗ്രി. അങ്ങനെയാണ് ഇതെത്ര വരിക? നിങ്ങൾ പറയും. ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊക്കെ സം ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 37 ഡിഗ്രി പ്ലസ് ഇത് എക്സാ കൊടുക്കുന്നതെങ്കിൽ ഈ എക്സ് പ്ലസ് ഈ 90 ഡിഗ്രി. ഇത് 90 ഡിഗ്രിയാണ്, ഇങ്ങനെ വരക്കുന്ന സാധനം 90 ഡിഗ്രിയാണ്. ഈക്വൽ ടു എന്ത് കിട്ടണം?
180 കിട്ടണം. അങ്ങനെയാണെങ്കിൽ എക്സ് എന്താ 180 ഡിഗ്രി മൈനസ് 90 ഡിഗ്രി മൈനസ് 37 ഡിഗ്രി. അതെന്തുവാ വരിക 53 ഡിഗ്രി. അപ്പൊ എന്ത് കിട്ടി നമുക്ക്? എന്ത് കിട്ടി? മറ്റേ അലിൻജോസ് ചങ്ങാനോട്ട് നമുക്ക് എന്ത് കിട്ടിയടാ 53 ഡിഗ്രി കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സൈഡ് ഓപ്പോസിറ്റ് സൈഡ് വരുന്നത് 3 ആണെങ്കിൽ 3 ആയി ലെങ്ത് എങ്കിൽ ഈ സൈഡ് എന്താ വരിക 4, ഇത് 5. ഇതെന്തോ പറയും, എന്തോ ട്രയാങ്കിൾ ട്രിപ്ലറ്റ്, എന്തോ പൈത്തഗോറസ് ട്രിപ്ലറ്റ് എന്നോ അങ്ങനെ എന്തോ പറയും ഈ സാധനത്തിന്. അതൊന്നും നമുക്ക് വേണ്ട. നമുക്ക് എന്താ വേണ്ടേ? ഈ ട്രയാങ്കിൾ ഓപ്പോസിറ്റ് സൈഡ് 3 ആണെങ്കിൽ ഇത് 4 ആണെങ്കിൽ ഈ 90 ഡിഗ്രീൻ്റെ 5 ആയിരിക്കും. ഇത് എങ്ങനെ ആലോചിച്ച് നോക്കണമെന്ന് വെച്ചാൽ 3, 4, 5 എന്ന് പറഞ്ഞ എന്ത് ട്രയാങ്കിൾ വരക്കുകയാണെങ്കിൽ അതിൻ്റെ സൈഡ് വരക്കുകയാണെങ്കിൽ അതിൻ്റെ ആംഗിൾ 37:53:90 ആയിരിക്കും. അതെങ്ങനെ ഓർത്ത് വെക്കണം എന്ന് വെച്ചാൽ ഇതിലേത് 4 വരും, ഏത് സൈഡ് 5 വരും, ഏത് സൈഡ് 3 വരും എന്നല്ല ആലോചിക്കണ്ടേ. 37 അല്ലേ കൂട്ടത്തിൽ കുറഞ്ഞ ആംഗിൾ അല്ലേ? അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഏറ്റവും കുറഞ്ഞതല്ലേ വരിക 3 വരും. അതിലും കുറച്ചുകൂടി വലുതാണ് എന്ത് ആംഗിൾ 53. അപ്പോൾ അതിന് ഇതിനേക്കാളും കുറച്ചുകൂടി വലിയ വേല് വരും 4. അതിനേക്കാളും കുറച്ചുകൂടി വലുതാണ് എന്ത് 90, ആംഗിൾ 90. അതെന്താ വരിക? അതിൻ്റെ ഓപ്പോസിറ്റ് 5 വരും. ഇനിയിപ്പോൾ വരക്കുമ്പോൾ ഈസി ആയിട്ട് വരച്ചൂടെ? ഒന്നുകൂടി കണ്ണും പൊട്ടി വരച്ചാണ് നിങ്ങൾ. ഇത് 37 ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് 3 ആണ്. ഇത് 53 ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് 4 ആണ്. ഇത് 90 ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് 90 വരൂ. ഇത് 53, ഇത് 37 വരച്ച ഇത് 90 വരൂ. അതിൻ്റെ ഓപ്പോസിറ്റ് 5. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ഇതിൽ നിന്നും വാല്യൂ കണ്ടുപിടിക്കില്ലേ? എന്താണ് സൈൻ 37? എന്താണ് സൈൻ 53? എന്താണ് കോസ് 37? എന്താണ് കോസ് 53? എന്താണ് ടാൻ 37? എന്താണ് ടാൻ 53? ഇതൊക്കെ പ്രോ ആയിക്ക മാത്സിലൊക്കെ പ്രോ മോഡിൽ നിൽക്കുന്ന ആൾക്കാരാണ് ഇതൊക്കെ ചെയ്യുക. അപ്പം നിങ്ങൾ കാണുന്ന, നിങ്ങൾ ഇത് പഠിച്ച നിങ്ങൾ ആരായി? പ്രോ. അതുകൊണ്ട് നിങ്ങളിത് പെട്ടെന്ന് ഉത്തരം പറയാം. 37 സൈൻ 37 എത്രയാ? 3/5 ആണാ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനൂസ്. 53 എന്താ ഓപ്പോസിറ്റ് സൈഡ് എത്രയാ? 4/5 അല്ലേ? അടുത്തത് കോസ് 37 അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനൂസ്. അഡ്ജസൻറ്റ് സൈഡ് സോറി കേട്ടോ 37 അഡ്ജസൻറ്റ് സൈഡ് എത്ര? 4. അതിൻ്റെ ഹൈപ്പോട്ടനൂസ് എത്രയാ? 5. അടുത്ത 53ൻ്റെ അഡ്ജസൻറ്റ് സൈഡ് എത്രയാ? 3. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് അല്ല ഹൈപ്പോട്ടനൂസ് എത്രയാ? 5. അടുത്തതാ. ഇതൊക്കെ സിമ്പിൾ അല്ലേ? ഇതൊക്കെ പഠിച്ചില്ലേ? ഇതൊക്കെ ഇനി ഞാൻ വേണോ നിങ്ങൾക്ക് പറഞ്ഞുതരാം? നിങ്ങളുടെ നോട്ടിൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ചെയ്തുകൂടെ? ലെറ്റ്സ് ഗോ. അടുത്തത് ടാൻ 37 എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് 3/4. ഓപ്പോസിറ്റ് സൈഡ് എന്താ? 3. അതിൻ്റെ അഡ്ജസൻറ്റ് സൈഡ് എന്താ? 4. സിമ്പിൾ അല്ലേ? അടുത്ത ടാൻ 53 നിങ്ങൾ പറ. ഇത് കമൻറ്റ് പെട്ടെന്ന് പോസ് ചെയ്തിട്ട് കമൻറ്റ് ചെയ്തില്ലേ? ഇനി ഞാൻ പറഞ്ഞുതരാം ഇതെന്താ. പോസ് ചെയ്തോട്ടെ, ഞാൻ പറയാൻ പോട്ടാ. ടാൻ 53 എന്താ? ടാൻ എന്ന് വെച്ചാൽ എതിർവശം ബൈ അമിർവശം 4/3. എത്ര ആൾക്ക് ശരിയായി? ശരിയായ ആൾക്കാരൊന്ന് പുഞ്ചിരിച്ചേ. അപ്പൊ മയക്കാട്ടോ. ഇനിയിപ്പം നമുക്ക് പഠിക്കാനുള്ള അടുത്ത ടോപ്പിക് എന്താണെന്നറിയോ നിങ്ങൾ? അതിലേക്ക് ഞാൻ വരാം. ഓക്കെ, അടുത്ത നിങ്ങൾ പഠിച്ചു എന്ത്? +1 യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സിൽ നിങ്ങൾ പഠിച്ചു എന്തുവാ? സപ്ലിമെന്ററി യൂണിറ്റ് ഉണ്ടായിരുന്നല്ലോ. പ്ലെയിൻ ആംഗിൾ. അതിന് നമ്മൾ ഏതേലും യൂണിറ്റ് പറയാറ്? റേഡിയൻ. കളർമാർക്ക് ഓർമ്മ ഉണ്ടല്ലേ? പഠിപ്പിക്കുന്നൊന്നും മറന്നോ ഇല്ലല്ലേ? ഓക്കെ, പ്ലെയിൻ ആംഗിൾ എന്ന് വെച്ചാൽ ഒരു സർക്കിൾ വരക്കുന്നത്, അതിൻ്റെ റേഡിയസ് 6 ആണെങ്കിൽ ഇതിൻ്റെ ആംഗിളിനാണ് എന്ത് പ്ലെയിൻ ആംഗിൾ എന്ന് പറയുക. ഇതാണ് എന്ത് θ = L/R. പ്ലെയിൻ ആംഗിൾ തീറ്റ. അതിൻ്റെ യൂണിറ്റ് റേഡിയൻ. ഇനി ഈ റേഡിയനെ പറ്റി നമുക്ക് കുറച്ച് പഠിക്കാനുണ്ട്. 2π റേഡിയൻ എന്തുവാ? ഞാൻ പറഞ്ഞു തന്നു, ഓർമ്മ ഉണ്ടോ? 360 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ പൈ റേഡിയൻ എന്തുവാ? ഇതൊക്കെ ട്രിഗണോമെട്രിയുടെ ബേസിക് ആട്ടോ. അതുകൊണ്ടാട്ടോ ഞാൻ ഇങ്ങനെ പറഞ്ഞെടുക്കുന്നത്. നിങ്ങൾക്ക് ഇത് മനസ്സിലാവണം, എന്നാലേ നിങ്ങൾക്ക് +1 മാത്സിലൊക്കെ
സംഗതികളൊക്കെ എളുപ്പമാവും. ഇതൊക്കെ റേഡിയോ എന്നൊക്കെ ആദ്യമായിട്ട് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആവും. അതുകൊണ്ടാണ് പറഞ്ഞത്, എനിക്കങ്ങനെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് പറഞ്ഞത്. പൈ റേഡിയൻ എന്ന് വെച്ചാൽ 2π എന്ന് വെച്ചാൽ 360. അപ്പം പൈ റേഡിയൻ എന്ന് വെച്ചാൽ എത്രയാ? ഇതിന്റെ പകുതിയാണല്ലോ ഇത്. അപ്പൊ ഇതിന്റെ പകുതി ഇത് 180 ഡിഗ്രി. അടുത്ത π/2 റേഡിയൻ എത്രയാ? എത്രയാ? ഇതിന്റെ പകുതി 90 ഡിഗ്രി. അടുത്ത π/3 റേഡിയൻ എത്രയാ? π/3 റേഡിയൻ എത്രയാ? പൈ എന്ന് വെച്ചാൽ 180 ഡിഗ്രി, π/3 എന്ന് വെച്ചാൽ അതിനെ 3 കൊണ്ട് ഹരിച്ചു. അപ്പോൾ 180നെ 3 കൊണ്ട് ഹരിക്കുക, എത്രയാ? 180/3. 180/3 = 60. ഓക്കെ, 60 ഡിഗ്രി. അടുത്ത π/4 റേഡിയൻ. π/4 റേഡിയൻ എത്രയാ? അതിനെന്താക്കണം? നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പം നമുക്ക് എന്ത് കിട്ടും? 45 ഡിഗ്രി കിട്ടും. അടുത്ത π/6 എത്രയാ? 5/6 റേഡിയൻ ആണ് എന്ത് മക്കളെ? 30 ഡിഗ്രി. ഇതെന്താക്കണം? നിങ്ങൾ ഓർത്ത് വെക്കണം. ഇത് സിമ്പിൾ ആണ്. π/4 എന്ന് വെച്ചാൽ 45 × 4 നോക്കിയാൽ മതി. ഇതാ 45 × 4. ഇതെത്ര? 14 വരാണ്ട് 4 16 18 150. ഓക്കെ. ഇതാ π/6 എന്ന് വെച്ചാൽ 30. 30 × 6 നോക്കിക്കഴിഞ്ഞാൽ എന്ത് കിട്ടണം? നമുക്ക് 180 കിട്ടണം. 3 × 8 180. അങ്ങനെ 180 ആയിരിക്കും എന്ത് അതിൻ്റെ. ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇതൊക്കെ ഞാൻ എന്തൊക്കെയോ മലയാളം കളിക്കുക. ഇതെല്ലാം നമുക്ക് വേണ്ടേ. ഇതെന്താക്കണം? നിങ്ങൾ നിർബന്ധമായിട്ട് എന്താക്കണം? പഠിക്കണം. എടാ, അടുത്ത് നമ്മൾ പോകുന്ന ടോപ്പിക്കാണ് എന്ത്? ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ്. അതിലേക്ക് പോവാം. ഇതൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാലുള്ള ഗുണം എന്താ അറിയാം നിങ്ങൾക്ക്? ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ +1 ഭയങ്കര സ്മൂത്തായിട്ട് മുന്നോട്ട് പോകും. ഓക്കെ, നിങ്ങൾക്ക് ഇതൊക്കെ നിങ്ങൾ കേട്ട് ടെൻഷൻ അടിച്ച് നിൽക്കുന്നതിനോ നിങ്ങൾ ഇത് പഠിച്ചിട്ട് ക്ലാസ്സിലൊക്കെ പോയി ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ ക്ലാസ്സിൽ എന്താക്കാം? സമാധാനപരമായിട്ട് നിങ്ങൾ സ്കൂൾ ലൈഫ് എൻജോയ് ചെയ്യാം. നിങ്ങളെ വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം. ഒരു ഫംഗ്ഷന് വേണം എൻജോയ് ചെയ്യാം. നിങ്ങൾക്ക് ടെൻഷൻ ഇല്ല. കാരണം നിങ്ങൾ പഠിക്കുന്നുണ്ടല്ലോ. പഠിക്കുമ്പോൾ കിട്ടുന്ന ഒരു മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. കാരണം പഠിക്കുന്നവർക്ക് അറിയാം, പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഫ്രീ മൈൻഡ് ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് ഇതൊക്കെ പഠിക്കുക. ഇതൊക്കെ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ലെറ്റ്സ് ഗോ. എടാ, അടുത്ത ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് എന്ത്? ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ്. അതിലേക്ക് പോവാം. സൈഡ് ഹെഡിങ് എഴുതിക്കോ. ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ്. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അതിൽ ഒന്നാമത്തെ ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി എന്താടാ? sin² θ + cos² θ = 1 ആണ്. അത് നിങ്ങൾ ഏത് sin² θ + cos² θ വാല്യൂ എടുത്തു കഴിഞ്ഞാലും അത് 1 ആ കിട്ടുക. അതൊരു ഐഡന്റിറ്റി ആണ്. അത് പഠിക്കണം. രണ്ടാമത്തെ എന്താടാ? sec² θ - tan² θ എന്തുവാ? അതും 1 ആണ്. മൂന്നാമത്തത് cosec² θ - cot² θ എന്തുവാടാ? അത് 1 ആണ്. ഈ 3 ഐഡന്റിറ്റി നിങ്ങൾക്ക് പ്രോബ്ലംസിനൊക്കെ ചെയ്യാൻ ഉപകാരപ്പെടും. ഇതൊക്കെ മാത്സിന്റെ നോട്ടിലെ ഫ്രണ്ടിൽ ഉണ്ടായിരിക്കുക. കാരണം നിങ്ങൾക്ക് പ്രോബ്ലം ഒക്കെ വരുമ്പോൾ ഇങ്ങനത്തെ ടേം ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ആടെ 1 എന്ന് പറഞ്ഞ വാല്യൂ പുട്ട് ചെയ്തിട്ട് അത് സിംപ്ലിഫൈ ചെയ്യാനൊക്കെ ഉപകാരപ്പെടും. അതുകൊണ്ട് ഇതാണ് ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി. ലെറ്റ്സ് ഗോ. അടുത്ത് നമുക്ക് വേണ്ടത് എന്താടാ? ഡബിൾ ആംഗിൾ ഫോർമുല. ഇതെന്താക്കണം? ഇതൊക്കെ നിങ്ങൾ പഠിക്കണം. ഓക്കെ, ഡബിൾ ആംഗിൾ ഫോർമുല നമുക്ക് എന്തൊക്കെ പഠിക്കണം? sin 2θ. ഇതാണ് 2θ ആണ് ഈ ഡബിൾ ആംഗിൾ ഫോർമുല എന്ന് പറയുന്നത്. sin 2θ എന്ന് വെച്ചാൽ 2 sin θ cos θ. ഇത് ബൈ ഹാർട്ട് പഠിക്കേണ്ട സാധനം കേട്ടോ. അടുത്തത് cos 2θ. cos 2θ നമുക്ക് എന്ത് പറയാ? cos² θ - sin² θ എന്ന് പറയാം. cos 2θ cos² θ - sin² θ എന്ന് പറയാം. ഈ cos² θ നമുക്ക് എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ഈ cos² θ എന്തുവാ? cos² θ എന്തുവാ? 1 - sin² θ അല്ലേ? എങ്ങനെ? ഇതിൽ നിന്ന് cos² θ ഇവിടെ വെച്ച് ഈ sin² θ അപ്പുറം പോയി. അപ്പോൾ എന്താവും? സോ cos² θ cos² θ + sin² θ 1 = 1. അപ്പോൾ നമുക്ക് എന്താക്കണം? sin² θ ഇപ്പുറത്തെ സൈഡിലാക്കണം. അങ്ങനെയാണെങ്കിൽ ഇതിനെ സാധനത്തിന് അങ്ങോട്ട് പോകണം. ഇപ്പുറം വരുന്ന പ്ലസ് സാധനമാണെങ്കിൽ അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? മൈനസാ. അപ്പം sin² θ = 1 - cos² θ ആവും. അല്ലെങ്കിൽ cos² θ ഇവിടെ വെച്ചിട്ട് sin² നമുക്ക് cos² θ മാത്രം ഇവിടെ മതി എന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ ഈ പ്ലസ് sin² θ അങ്ങോട്ട് എന്ത് പോവും? എന്താവും? മൈനസ് sin² θ ആവും. ഇതെന്താക്കുക? സൈഡിൽ ആഡ് എഴുതി വെക്കുക. ഈ സാധനമല്ല കേട്ടോ, ഈ സാധനം സൈഡിൽ ആഡ് എഴുതി വെക്കുക. അങ്ങനെയാണെങ്കിൽ എന്താ ഈ സാധനം? ഇതാ cos² θ എന്താവും? 1 - sin² θ ആവും.
ഈ വാല്യൂ എന്താക്കുക, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം കോസ് 2 തീറ്റ എന്ത് കിട്ടും? 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. എന്ത്? കോസ് 2 തീറ്റക്ക് പകരം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഈ വാല്യൂ ഇവിടെ ഈ ഇക്വേഷനിൽ, ഈ ഇക്വേഷൻ്റെ അകത്ത് കോസ് സ്ക്വയർ തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഓൾറെഡി ഇവിടെ ഒരു മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ഇല്ലേ, കോസ് സ്ക്വയർ തീറ്റക്ക് പകരം ഇത് എഴുതി, ഇവിടെ ഓൾറെഡി മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ഇല്ലേ, അത് വീണ്ടും എഴുതി. ഇതെന്ന് വെച്ചാൽ എന്തുവാടാ? 1 മൈനസ് 2 പ്രാവശ്യം സൈൻ സ്ക്വയർ തീറ്റ കുറക്കുമല്ലേ, 2 സൈൻ സ്ക്വയർ തീറ്റ. ഇതെന്തുവാ? ഇതൊരു കോസ് 2 തീറ്റൻ്റെ ഒരു ടേമാണ്. ഓക്കെ, അടുത്തത് ഇതിപ്പം കോസ് 2 തീറ്റേൻ്റെ ഒന്നാമത്തേത്, സോറി ഇത് ഒന്നാമത്തത് സൈൻ 2 തീറ്റ ഈക്വൽ ടു കോസ് 2 തീറ്റ, അല്ല 2 സൈൻ തീറ്റ കോസ് തീറ്റ. അടുത്ത കോസ് 2 തീറ്റേൻ്റെ ഇത് രണ്ടാമത്തതിൽ ഒന്നാമത്തെ വാല്യൂ ഇത്, അതിൽ അല്ല എ ഇത്, എന്ത് ബി ഇത്. ഇനി കോസ് 2 തീറ്റ നമുക്ക് ഒരു പ്രകാരം കൂടി എഴുതാം. ഈ സൈൻ സ്ക്വയർ തീറ്റക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തൂടെ? ഈ സൈൻ സ്ക്വയർ തീറ്റക്ക് നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം? ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക, ഈ 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ. അങ്ങനെയാണെങ്കിൽ കോസ് 2 തീറ്റൻ്റെ വാല്യൂ എന്തോ ഇവിടെ കോസ് സ്ക്വയർ തീറ്റ ഓൾറെഡി ഉണ്ട്. ഈ സൈൻ സ്ക്വയർ തീറ്റക്ക് പകരം നമ്മൾ എന്ത് കൊടുത്തു? 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് കൊടുത്തു. ഇങ്ങനെയല്ല മൈനസ് ചെയ്യുക. അപ്പോൾ ഇതെന്താവും? 2 കോസ് സ്ക്വയർ തീറ്റ മൈനസ് 1 എന്നുള്ള രൂപത്തിലാവും. അതെങ്ങനെയാണല്ലേ? ഈ മൊത്തം വാല്യൂവിനാണ് എന്ത് ഇവിടെ ഇതിൽ നിന്ന് മൈനസ് ആകുന്നത്. അപ്പോൾ എന്താ? മൊത്തം വാല്യൂവിനാണ് മൈനസ് ആകുന്നത്. അപ്പോൾ എങ്ങനെയാണ് വരും? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ കോസ് സ്ക്വയർ തീറ്റ മൈനസ് ഓൾറെഡി -1, പിന്നെ മൈനസ് ഈ മൈനസ് ഉണ്ട്, പിന്നെ ഉള്ളിൽ ഒരു മൈനസ് ഉണ്ട്. അപ്പോൾ മൈനസ് മൈനസ് കോസ് സ്ക്വയർ തീറ്റ എന്നാവും ഇല്ലേ? ഈ മൈനസ് മൈനസ് എന്ന് വെച്ചാൽ പ്ലസ് അല്ലേ? അപ്പോൾ കോസ് സ്ക്വയർ തീറ്റ -1 പ്ലസ് കോസ് സ്ക്വയർ തീറ്റ. 2 പ്രാവശ്യം കോസ് സ്ക്വയർ തീറ്റ കൂട്ടുന്നു, ഒന്ന് കുറക്കുന്നു. 2 പ്രാവശ്യം കോസ് സ്ക്വയർ തീറ്റ കൂട്ടുന്നു, അതിൽ നിന്ന് കുറക്കുന്നു. അങ്ങനെ ഇത് സി എന്ന് പറഞ്ഞ മൂന്നാമത്തെ സാധനം. ഇത് അന്നുകൂടി മൊഞ്ചാക്കി എഴുതി തന്നെ എങ്ങനെ ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും കണ്ട് പേടിക്കണ്ട, ഇതൊക്കെ ബൈഹാർട്ട് പഠിച്ച് പേടിക്കാൻ മതി. കോസ് സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്നും അല്ലെങ്കിൽ 1 മൈനസ് 2 സൈൻ സ്ക്വയർ തീറ്റ എന്നും അല്ലെങ്കിൽ 1 കോസ് സ്ക്വയർ തീറ്റ മൈനസ് 1 എന്ന് പറഞ്ഞാൽ 3 എണ്ണം ആവും. അടുത്ത ടാൻ 2 തീറ്റക്ക് ഒരു എന്തുണ്ട് ഒരു ഇക്വേഷൻ ഉണ്ട്. ഇതെന്തുവാ? 2 ടാൻ തീറ്റ ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ. ഇതൊക്കെ നിങ്ങൾ എന്താക്കണം? ബൈഹാർട്ട് പഠിക്കണം. ട്രിഗോമെട്രിക്കിൻ്റെ ബേസിക്സ് ആയത് ഇതൊക്കെ ബൈഹാർട്ട് പഠിക്കേണ്ടതാ അല്ലേ? ഇത് ഞാനിപ്പോൾ എത്ര അടിപൊളിയായിട്ട് എടുത്തു കഴിഞ്ഞാലും അല്ലെങ്കിൽ എത്ര ഉഷാറാക്കി പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങളാണിത് ഫൈനലി എന്താക്കേണ്ടത്? ബൈഹാർട്ട് പഠിക്കേണ്ടത്. ഓക്കെ അല്ലേ? എടാ, അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്തുവാണെന്നറിയോ? ഇതെന്തുവാ വായിക്കുക? അഡിഷൻ ഫോർമുല എന്ന് വെച്ചാൽ അഡിക്ഷൻ അല്ല കേട്ടോ, അഡിഷൻ ഫോർമുല. 1 2 3 4 5 6 ഇത് അങ്ങനത്തെ ഒരു ചാപ്റ്റർ ആയതുകൊണ്ട് കേട്ടോ ഞാൻ സീരിയസ് ആയിട്ട് ക്ലാസ് എടുക്കണം. 6 എണ്ണം പഠിക്കാണ്ട്. ബട്ട് ഈ 6 എണ്ണം എന്ന് വെച്ചാൽ ഒന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് കണക്ട് ചെയ്ത് പഠിക്കാം. എന്തൊക്കെയാണല്ലേ പഠിക്കാനുള്ളത്? സൈൻ A+B പഠിക്കണം, സൈൻ A-B പഠിക്കണം, കോസ് ഇത് ഞാൻ പറയുമ്പോൾ തന്നെ എഴുതി എടുക്കട്ടോ. കോസ് A+B പഠിക്കണം, കോസ് A-B പഠിക്കണം. വീണ്ടും പറയുകയാണെങ്കിൽ ടാൻ A+B പഠിക്കണം, ടാൻ A-B പഠിക്കണം. അല്ലോ, ഇതെന്തുവാണെന്നറിയോ? അറിയാത്തതുകൊണ്ടല്ലേ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്. അറിയുന്നതാണെങ്കിൽ നിങ്ങൾ കാണുമോ? സൈൻ A+B എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈൻ A ഇൻറ്റു കോസ് B പ്ലസ് കോസ് A ഇൻറ്റു സൈൻ B. ഇത് നിങ്ങൾ പഠിക്കുക. ഇത് വെച്ച് കണക്ട് ചെയ്ത് ഞാൻ ബാക്കി പറഞ്ഞുതരാം. ഇപ്പോൾ സൈൻ A+Bൻ്റെ ഒരു ഉൾട്ടാ ഫോം അല്ല. ഉൾട്ടാ എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് സാധനം അല്ലേ സൈൻ A-B. ഇതിൻ്റെ സാധനം ഓപ്പോസിറ്റ് ആക്കി കൊടുക്കുക. എങ്ങനെ? സൈൻ A ഇൻറ്റു കോസ് B. ഇവിടെ എന്താ പ്ലസ്, ഇവിടെ മൈനസ് ആകുമ്പോൾ ഇവിടെ മൈനസ് ഇട്ട് കൊടുക്കുക. കോസ് A സൈൻ B. സെറ്റല്ലേ? ഇത് പഠിച്ചാൽ ഇത് എഴുതി കൂടെ. അടുത്ത കോസ്. ഈ കോസ് എന്ന് പറഞ്ഞ സാധനം ഈ കോസിൻ്റെ ടൈമിൽ വരുമ്പോൾ മൂപ്പരിക്ക് ഒരുമാതിരിയാണ് ആൾക്കാർ. അവർ തമ്മിൽ എന്താ വളരെ ഇഷ്ടത്തില്ല. അപ്പോൾ അവരെന്താ ഒരുമിച്ചാണ് നിൽക്കുക. കണ്ടോളെ, കോസ് A കോസ് B. കോസിൻ്റെ കാര്യം വരുമ്പോൾ അവർ ഒരുമിച്ചാണ് നിൽക്കുക. കണ്ട, കോസിൻ്റെ കാര്യം വന്നപ്പോൾ അവർ ഒരുമിച്ച് നിന്ന്. ബട്ട് കോസ് ഒരു തലതിരിഞ്ഞവനോ?
ഇവിടെ പ്ലസ് വരുമ്പോൾ ഇവിടെ എന്താ മൈനസാ. അപ്പം എന്താവും സൈൻ ബി ആവും. ഓക്കെ, ഇത് മനസ്സിലായില്ലേ? കോസിൻ്റെ കാര്യം വരുമ്പോൾ കോസ് ഒരുമിച്ചാൽ നിൽക്കുക, അവൻ തലതിരിച്ചവനായതുകൊണ്ട് അവനെന്താ ഒരു മൈനസ് ആണ് ആദ്യം. ഇവിടെ പ്ലസ് വരുമ്പോൾ അയാൾ മൈനസ് എടുക്കും. അതേ സ്ഥാനത്ത് സൈൻ എന്താ ഒരു നല്ല മനുഷ്യനാണ്. ഇവിടെ പ്ലസ് വരുമ്പോൾ ഇവിടെ പ്ലസ് എടുക്കുക, ഇവിടെ മൈനസ് വരുമ്പോൾ ഇവിടെ മൈനസ് എടുക്കുക. ഓക്കെ, അടുത്ത് ഇതെന്തായി സൈൻ എ മൈനസ് ബി. ഇതിൻ്റെ ഉൾട്ട എടുക്കുക. ഉൾട്ടാന്ന് വെച്ചാൽ ഓപ്പോസിറ്റ്. സൈൻ കോസ് എ കോസ് ബി, ഇത് മൈനസ് എന്താവും പ്ലസ് ആവും. സൈൻ എ സൈൻ ബി സെറ്റല്ലേ? ഓർത്ത് വെച്ചൂടെ? ഞാൻ പറഞ്ഞ വെച്ചിട്ട് ഓർത്ത് വെച്ചൂടെ? ഓക്കെ, സിമ്പിളാടാ. ഇതേപോലെ തന്നെ സാധനം അങ്ങ് മുകളിൽ എഴുതി കൊടുക്കുക. എന്ത് ടാൻ എ പ്ലസ് ടാൻ ബി ഇതിനുള്ളിലേക്കാക്കിയിട്ട് ഇങ്ങനെ എഴുതി കൊടുക്കുക. എന്നിട്ട് എന്താക്കാന്ന് വെച്ചാൽ ഇല്ലേ, ഇവിടെ ഒരു 1 മൈനസ് എന്നിട്ട് എന്താക്കുക ടാൻ എ ടാൻ ബി എന്ന് എഴുതി കൊടുക്കുക. ഇത് എത്രയെങ്കിലും സിമ്പിളാക്കി നിങ്ങൾക്ക് പഠിക്കാനാകുന്ന പോലെ നിങ്ങൾ പഠിക്കുക. എന്തായാലും പഠിച്ചേ പറ്റൂ. അടുത്തെന്താടാ ടാൻ എ മൈനസ് ബി എന്ന് വെച്ചാൽ ടാൻ എ ഇവിടെ എന്താക്കുക പ്ലസ് ആവുകൊണ്ട് മൈനസ് ആക്കുക. ടാൻ ബി എന്താക്കുക ഇതിൻ്റെ ഉൾട്ടെടുക്കുക 1 പ്ലസ് ടാൻ എ ടാൻ ബി. നിങ്ങളതായ ഐഡിയ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ പഠിക്കുക, അല്ലെ ഞാൻ പറഞ്ഞ പോലെ പഠിക്കുക. ടാൻ എ പ്ലസ് ബി എന്ന് വെച്ചാൽ ടാൻ എ പ്ലസ് ടാൻ ബി ഓൾ ഡിവൈഡഡ് ബൈ 1 മൈനസ് ഇതാണ് 1 മൈനസ് ടാൻ എ ടാൻ ബി. അടുത്തെന്താ ടാൻ എ മൈനസ് ബി വരുമ്പോൾ ടാൻ എ മൈനസ് ടാൻ ബി ഓൾ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ എ ടാൻ ബി. ഇതെന്താക്കുക നിങ്ങൾ പഠിക്കുക. ഇതിൽ നിന്ന് ഇനി നമുക്ക് എന്താക്കുക, ഇനി പ്രോബ്ലത്തിലേക്ക് കടക്കാം. അതല്ലേ നല്ലത്? ഓക്കെ എടാ, ഇപ്പം ഞാൻ നോക്കുമ്പോൾ ഈ വീഡിയോ എന്താ ഒരുപാട് ലെങ്ത് ആയി. എടാ, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്താ എടുത്തത്? ഒരുപാട് ഇക്വേഷൻസാണ്. ഒരുപാട് ഇക്വേഷൻസ് എന്ന് വെച്ചാൽ സൈൻ തീറ്റൻ്റെ വാല്യൂസ് അങ്ങനത്തെ കാണുന്നതൊക്കെ. അതിനുശേഷം നമ്മൾ എടുത്തത് ഒരുപാട് ട്രിഗണോമെട്രിക് ഇക്വേഷൻസാണ്. പക്ഷേ ആ ഇക്വേഷൻസ് കണ്ടിട്ട് നിങ്ങൾ ആരും പേടിക്കരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് എന്താക്കണം, ഈ ഇക്വേഷൻസ് നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കണം. അത് നിങ്ങൾക്ക് എന്താവും, നിങ്ങളെ പ്രോസസ്സിനാ, നിങ്ങളെ എക്സാമിൻ്റെ പ്രോസസ്സിനെ അതെന്താക്കും എളുപ്പമാക്കും. ബട്ട് നമ്മൾ എന്താക്കുന്നുണ്ടാ, നമ്മൾ എന്ന് വെച്ചാൽ അതിൽ നിന്ന് പ്രോബ്ലം ചെയ്യും. ആ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇക്വേഷൻസ് എന്തിനാന്നൊക്കെ. തുടക്കം തന്നെ ഞാൻ പ്രോബ്ലം പറഞ്ഞിട്ട് നിങ്ങൾ എന്താക്കും മിക്സ് ചെയ്തിട്ട് കൺഫ്യൂഷൻ ആക്കുന്നില്ല. ആദ്യം നമ്മൾ ഇക്വേഷൻ എന്താണെന്ന് പഠിക്കുന്നത്, അതിൽ നിന്ന് എങ്ങനെയാണ് പ്രോബ്ലം വരുന്നതെന്ന് ചെയ്യുന്നത്. ബട്ട് ഈ വീഡിയോയിൽ പ്രോബ്ലം കൂടി ചെയ്ത് കഴിയുമ്പോൾ ഇത് വലിയ ലെങ്ത്തുള്ള വീഡിയോ ആവും. അതിൽ പിന്നെ ഇനിയിപ്പോൾ നാളത്തെ വീഡിയോയിൽ നമ്മൾ എന്താക്കുമെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് പ്രോബ്ലം ചെയ്യും. പിന്നെ ഒരു ക്വാഡ്രാറ്റിക് എന്ന് പറഞ്ഞ് ഒരു 4 ക്വാഡ്രൻറ്റിൻ്റെതും പിന്നെ സൈൻ്റെയും കോസിൻ്റെയും ടാൻ്റെയും ഒക്കെ കുറച്ച് കൺവേർഷനും ഉണ്ട്. അതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള എല്ലാം സെറ്റ് ആവും. അപ്പോൾ അടുത്ത വീഡിയോയിൽ എന്താക്കാം, നമുക്ക് അത് ചെയ്യാം. നിങ്ങൾ എന്തായാലും ഇത് കണ്ടിട്ടുള്ളവരാണെങ്കിൽ അടുത്ത വീഡിയോയിൽ എന്തായാലും പ്രോബ്ലം സോൾവിങ്ങിലെങ്കിലും ഒന്ന് കാണുക. എന്നാൽ നിങ്ങൾക്ക് മനസ്സിലായി ഇക്വേഷൻസ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന്. അപ്പോൾ എന്താക്കാം, ഇന്നേക്ക് ടാറ്റാ.